കാരണം ഒരു വ്യക്തി ഒരു വസ്തു വാങ്ങുമ്പോൾ ഭാര്യയുമായി സഹ ഉടമയാക്കിക്കൊണ്ട് വാങ്ങുകയാണെങ്കിലുള്ള സാമ്പത്തിക നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി ഭാര്യയുമായി ചേർന്ന് ഒരു വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഉടമസ്ഥ അവകാശം എങ്ങനെ വീതിക്കുമെന്നുള്ളതാണ്. ഇപ്പം എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിഹിതത്തെ പറ്റി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പൊതുവെ 50% വിഹിതത്തിലായിരിക്കും നിങ്ങളുടെ ഷെയർ പോകുന്നത്. സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ആനുകൂല്യം നൽകാറുണ്ട്. അതായത് സഹ ഉടമയായ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ആനുകൂല്യം കിട്ടുന്നതായിരിക്കും. മുദ്ര പേപ്പറൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഇളവ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഭൂമിയും മറ്റും മേടിക്കുമ്പോൾ വലിയ ഒരു തുകയുടെ ഒരു വിഹിതം വായ്പയായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ബാങ്കിൽ പോയിട്ട് ലോണോ അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വായ്പയ്ക്ക് വേണ്ടി നമ്മൾ സമീപിക്കാറുണ്ട്. അപ്പം വരുമാനമുള്ള ഭാര്യയെ കൂടി സഹ ഉടമയായിട്ട് ചേർക്കുകയാണെങ്കിൽ ലോൺ സാധ്യതകൾ അതുപോലെ വായ്പാ യോഗ്യത അവർക്ക് കൂടുതലാണ്. അപ്പം വായ്പകളൊക്കെ കിട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ കിട്ടാനായിട്ട് സാധിക്കും.